സങ്കീർത്തനം 68:7. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുൻപായി പുറപ്പെട്ടു, മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ. ഇത് ഇസ്രായേൽ ജനതയുടെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയെയും സൂചിപ്പിക്കുന്നു. ഈജിപ്തിൽ അതികഠിനമായ അടിമത്തത്തിലായിരുന്ന ജനത്തെ ദൈവം മോശയിൽ കൂടി പുറത്തു കൊണ്ടുവന്നപ്പോൾ ദൈവം തന്നെ തൻ്റെ ജനത്തെ വഴി നടത്തുന്നു. നമുക്കറിയാം, ജാഥയായി റോഡിലൂടെ ജനം കടന്നു പോകുമ്പോൾ അത് രാഷ്ട്രീയമായിരിക്കാം, സാമുദായികമായിരിക്കാം, എന്തായാലും അതിൻ്റെ മുൻനിരയിൽ അതിൻ്റെ നേതൃത്വത്തിൽ ഉള്ളവരെ കാണുവാൻ സാധിക്കും. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ അവർക്ക് മുൻപായി പുറപ്പെട്ടു ചെന്ന് അവർക്കായി വഴിയൊരുക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. യെശയ്യാവ് 45:2 ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും എന്ന് നാം വായിക്കുന്നു. നമുക്കും മുൻപായി പോകുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നാളുകൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ല, എന്നാൽ അതറിയാവുന്ന ദൈവം നമുക്ക് മുൻപായി പോകുന്നുണ്ട്. തൻ്റെ ജനം മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ അവിടെ ധാരാളം പ്രതികൂല സാഹചര്യങ്ങളെ അവർ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ആ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ ദൈവം അവർക്ക് മുൻപായി പോയി. നമ്മുടെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും വരൾച്ചയിലും മരുഭൂമിയിലുമൊക്കെ ഈ ദൈവം നമുക്ക് മുൻപായും നമ്മോടൊപ്പവുമൊക്കെ നടകൊള്ളുന്നു. ആത്മീയ മന്ന നൽകി നമ്മെ ശക്തിപ്പെടുത്തുന്നു. ശത്രുക്കളാൽ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ നമുക്ക് സംരക്ഷണം നൽകുന്നു. ന്യായാധിപന്മാർ 4:14 അപ്പോൾ ദെബോറ ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ തകർക്കുവാൻ, നമ്മെ നിർമൂലമാക്കുവാൻ നിൽക്കുന്ന ശക്തികളെ ദൈവം തന്നെ നമുക്ക് മുൻപായി ചെന്ന് തകർത്ത് കളയും. തൻ്റെ സ്വന്തം മക്കളെ ശത്രു നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഹബക്കൂക്ക് 3:13 നിൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടും നിൻ്റെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു എന്ന് നാം വായിക്കുന്നു. തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ, തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരായ തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായി ദൈവം തന്നെ പുറപ്പെടും. സങ്കീർത്തനം 68:1 ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു. ദൈവം നമുക്കായി ഇറങ്ങിയാൽ ഒരു ശത്രുവിനും നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കുകയില്ല. സർവശക്തനായ ദൈവമാണ് നമ്മുടെ സംരക്ഷകൻ. അതുകൊണ്ട് ഒന്നിലും അധൈര്യപ്പെടാതെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ വഴികാട്ടിയായി, കൂട്ടാളിയായി ഒക്കെ ഞങ്ങളോടൊപ്പം ഉള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.